പഠിക്കുന്നതിനനുസരിച്ച് നമ്മളുടെ ആരോഗ്യം എന്തായാലും നമ്മൾ തടി കൂടും. നമ്മൾ അങ്ങനെ ബോയ്സിന് പ്രത്യേകിച്ച് ഇരുന്ന് പഠിക്കുന്ന സമയത്ത് തടി എന്തായാലും കൂടും. എന്ത് വന്നു കഴിഞ്ഞാലും അപ്പൊ തന്നെ ഫ്ലോറിൽ ഹിറ്റ് ചെയ്യുക, പുഷപ്പ് അടിക്കുക, എന്നിട്ട് കണ്ണാടി നോക്കുക. യൂണിഫോം പോസ്റ്റുകാർക്ക് അത് ഇമ്പോർട്ടന്റ് ആണ്. മറ്റുള്ളവർ എന്തെന്നാ പഠിക്കുന്നതും കൂടി നിനക്ക് അറിയണം. അവര് പഠിക്കുന്നത് അറിയണമെങ്കിൽ അവർ ചേരുന്ന കോഴ്സ് ഏതാന്ന് വെച്ചാൽ അത് പോയി പഠിക്കണം. അതും കൂടി ഒന്ന് എടുത്ത് പഠിച്ചോ. ഒരു ബാച്ച് അത്യാവശ്യമായിട്ട് എടുത്തോ. മാക്സിമം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക. അതായത് മ്യൂസിക് കേൾക്കാൻ താല്പര്യമുള്ള മ്യൂസിക് കേൾക്കുക. ഞാനാണെങ്കിൽ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ബുക്ക് അടിച്ചു വെച്ച് എങ്ങോട്ടെങ്കിലും ജിമ്മിലേക്കായിരിക്കും ആദ്യം പോകുന്നുണ്ടാവുക. ഹൈ ഫ്രണ്ട്സ്, സിവിൽ എക്സൈസ് 1ാം റാങ്ക്, CPO 2ാം റാങ്ക്, ഫയർമാനിൽ 26ാം റാങ്ക് നേടിയ നിമലാണ് നമ്മളോട് കൂടെ ഉള്ളത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റുലേഷൻസ് നിമൽ. സന്തോഷം. അപ്പൊ നിമൽ എങ്ങനെയാണ് ഈ 3 യൂണിഫോം പോസ്റ്റ് എന്നുള്ള ആ ഒരു സാധനത്തിലേക്ക് എത്തിപ്പെട്ടത്? ഒന്നുമില്ല, ചെറുപ്പം തൊട്ട് ഒരു യൂണിഫോമിനോടുള്ള ഒരു ഇഷ്ടം അതുണ്ടായിരുന്നു. പിന്നെ വീട്ടിൽ നിന്ന് ഇങ്ങനെ എല്ലാവരും പുറത്തുനിന്നുള്ള ഫ്രണ്ട്സ് ആണെങ്കിലും കാണുമ്പോൾ പറയും നല്ല ബോഡിയാണല്ലോ, നല്ല ഹൈറ്റ് ആണല്ലോ, യൂണിഫോം ഇട്ടാൽ നല്ല രസം ഉണ്ടാവും. പിന്നെ അങ്ങനെ കുറെ യൂണിഫോം പോസ്റ്റിന് ട്രൈ ചെയ്തിരുന്നു. ആർമി അങ്ങനെ കുറെ നോക്കിയായിരുന്നു. പിന്നെ അവസാനം ഇതിലേക്ക് എത്തിപ്പെട്ട്. ഇതിനു മുന്നേ ട്രൈ ചെയ്തിട്ട് മിസ്സായി പോയ യൂണിഫോം പോസ്റ്റുകൾ ഏതൊക്കെയായിരുന്നു? ഞാന് സബ് ഇൻസ്പെക്ടർ ട്രൈ ചെയ്തിരുന്നു, പക്ഷെ അത് കിട്ടിയില്ല. മെയിൻസിലാണ് മിസ്സായത്. 2 തവണ മെയിൻസ് പോയി. പിന്നെ ആർമീന്റെ കുറച്ച് റാലി കാര്യങ്ങളൊക്കെ പോയി. പിന്നെ അത് പിന്നെ ഏജ് റിലാക്സേഷനും അതുപോലെ തന്നെ അഗ്നിവീർ അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ വന്നതോടുകൂടി ആ ചാൻസ് അങ്ങനെ പോയി. ഇങ്ങനെ കുറെ മിസ്സാകുമ്പോൾ ആ ഒരു ബ്രേക്ക് വരെയാണോ ചെയ്തത്, അതോ ഇനി ഇത് കിട്ടണം എന്നുള്ള വാശി കൂടാണോ ചെയ്തത്? ഇല്ല, ബ്രേക്ക് എന്ന് പറയാനൊന്നും വന്നിട്ടൊന്നുമില്ല. അത് കിട്ടുന്ന എന്തായാലും 100% ഉറപ്പാ. അതായത് ഒരിക്കലും കിട്ടൂല അല്ലെങ്കിൽ ഇത് കഴിഞ്ഞു എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലേക്കൊന്നും എത്തിയിട്ടില്ല. പിന്നെ ഏജ് അത്ര മുന്നോട്ട് പോയിട്ടില്ല എന്ന് മനസ്സിലാണ്. പിന്നെ എന്തായാലും കിട്ടും തന്നെ ഉറപ്പായിരുന്നു. ഏതിലേക്ക് മുന്നിൽ കയറുന്ന 100% ഉറപ്പാ. പിന്നെ ഇതിന് മേലോട്ടുള്ള ഒരു യൂണിഫോമിൽ എന്തെങ്കിലും ഒരു ടാർഗറ്റ് ഉണ്ട് എന്തായാലും ഉണ്ട്. ഇതിന് മേലോട്ടേക്ക് എന്തായാലും ഉണ്ട്. ശരിക്കും പറഞ്ഞാല് ഞാനിട്ട എഫേർട്ടിന്റെ റിവാർഡ് മാത്രമേ ഉള്ളൂ ശരിക്കും ഇത്. പക്ഷെ റിസൾട്ട് കിട്ടിയിട്ടില്ല. അത് പലതും ഉണ്ട്. പക്ഷെ ഇപ്പോ നമുക്ക് വെളിപ്പെടുത്തേണ്ട ആവശ്യമോ ആയിട്ടില്ല. ശേഷം വെളിപ്പെടുത്താം. അങ്ങനെയുള്ള ഇതില് ഫസ്റ്റ് ആയിട്ട് കിട്ടിയ ഒരു റാങ്ക് ഏതായിരുന്നു? ഫസ്റ്റ് ഞാന് CPO ആണ് ഫസ്റ്റ് റാങ്ക് ലിസ്റ്റിൽ പ്രൊഫൈലിൽ ഒരു മെസ്സേജ് ആയിട്ട് വന്നത്. അത് പക്ഷേ സപ്ലിമെന്ററിയിലാ ഫസ്റ്റ് CPO. പിന്നെ എക്സൈസ് 2ാമത്തെ റാങ്ക് ലിസ്റ്റ്. അത് CPO സപ്ലിമെന്ററി ഫസ്റ്റ് റാങ്ക് ആയിരുന്നു. പക്ഷെ എക്സൈസ് മെയിൻ ലിസ്റ്റ് ഫസ്റ്റ് റാങ്ക്. ആ ഒരു വിവരം ഫസ്റ്റ് ഇൻഫോം ചെയ്ത ആരായിരുന്നു? ഞാൻ ഫസ്റ്റ് അമ്മേനെ വിളിച്ചിട്ട് അമ്മമ്മയും കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ അമ്മേനെ ഫസ്റ്റ് വിളിച്ച് പറഞ്ഞു. പിന്നെ അമ്മ കുറച്ച് ചെറുതായിട്ട് കരഞ്ഞ് ഇമോഷണലായി. പിന്നെ അച്ഛനോടും പറഞ്ഞു. അത്ര തന്നെ. പിന്നെ പഠിച്ചു തുടങ്ങിയത് നമുക്കറിയാം ആ ഒരു 2 കൊല്ലം ഗ്യാപ്പിലായിരുന്നു. അപ്പൊ പിന്നെ അങ്ങനെ ഒരു പഠിച്ചു തുടങ്ങി എപ്പോഴാണ് സൈലത്തിന്റെ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് എപ്പോഴാണ് എത്തിയത്? ഞാന് CPO ഫസ്റ്റ് സപ്ലി വന്നപ്പോ ഞാൻ അനാവശ്യമായിട്ട് വെറുതെ വാരി വലിച്ച് എവിടുന്നൊക്കെയോ പഠിച്ച് സിലബസിലൊന്നും ഇല്ലാത്ത സാധനങ്ങളൊക്കെ കുറെ വാരി വലിച്ച് പഠിച്ചിട്ട് അങ്ങനെ വന്നതാ. അപ്പൊ എൻ്റെ ഒരു ഫ്രണ്ട് പേര് വിഷ്ണു പറഞ്ഞ ഒരു ഏട്ടനാണ് എന്നോട് പറഞ്ഞത്, നീ നല്ലോണം പഠിക്കുന്നുണ്ട്, പക്ഷെങ്കിൽ മറ്റുള്ളവർ എന്തെന്നാ പഠിക്കുന്നതും കൂടി നിനക്ക് അറിയണം. അവര് പഠിക്കുന്നത് അറിയണമെങ്കിൽ അവർ ചേരുന്ന കോഴ്സ് ഏതാന്ന് വെച്ചാൽ അത് പോയി പഠിക്കണം. അതും കൂടി ഒന്ന് എടുത്ത് പഠിച്ചോ. ഒരു ബാച്ച് അത്യാവശ്യമായിട്ട് എടുത്തോ. എന്നിട്ട് പഠിച്ചു നോക്ക്. ആ ഓർഡർ കിട്ടാൻ വേണ്ടിയിട്ട് വെറുതെ അനാവശ്യമായിട്ട് വേണ്ടാത്തൊന്നും പഠിക്കണ്ട, ആവശ്യമുള്ളത് മാത്രം പഠിച്ചാൽ മതി എന്ന് അങ്ങനെ ഒരു മൈൻഡ് സെറ്റിലാണ് സൈല എടുക്കാൻ തീരുമാനിച്ചത്. പിന്നെ അന്ന് അഫോർഡബിൾ ആയിട്ട് തന്നെ ഉണ്ടായിരുന്നുള്ളൂ. CPO അല്ലെങ്കിൽ യൂണിഫോം പോസ്റ്റിന് വേണ്ടി മാത്രമായിട്ട് ഒരു ബാച്ച് അന്ന് ഇതേ ഉണ്ടായിട്ടുള്ളൂ. ബാക്കിയൊക്കെ ജനറൽ PSC പറഞ്ഞൊരു സംഭവം. യൂണിഫോം പോസ്റ്റിന്റെ ഒരു ബാച്ച് കണ്ടപ്പോൾ അപ്പൊ തന്നെ ഫസ്റ്റ് ബാച്ചിൽ തന്നെ ഞാൻ ജോയിൻ ചെയ്തിരുന്നു. പിന്നെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ കാര്യം എല്ലാവരും പുതിയ പഠിക്കുന്ന കുട്ടികൾക്ക് ഉപകാരപ്പെടുന്ന ആ ഒരു നിമലി ചെയ്ത ഒരു മെത്തേഡ് ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയായിരുന്നു യൂസ് ചെയ്തത്? ആരോടും ഞാൻ പ്രിഫർ ചെയ്യൂല. പക്ഷേ അത് ഞാൻ ആദ്യം 2021 തൊട്ട് 24 വരെയുള്ള എല്ലാ +2 ലെവൽ ചോദ്യ പേപ്പർ എടുത്ത് കയ്യിൽ എല്ലാ പരീക്ഷന്റെയും എടുത്തു വെച്ച് എന്നിട്ട് അത് ഫുള്ള് ചെയ്തു തുടങ്ങി. പിന്നെ ചെയ്തു തുടങ്ങിയപ്പോൾ തന്നെ ഓരോരോ ഹെഡിങ് ഇട്ട്, അതായത് കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി അങ്ങനെ ഓരോ ഹെഡിങ് ഞാൻ എന്തായാലും തരംതിരിച്ച് വെച്ചിട്ട് ആ ബയോളജിന്ന് വന്ന ചോദ്യം എവിടുന്നാ നോക്കി, അതുപോലെ തന്നെ കെമിസ്ട്രിന്ന് വന്ന ചോദ്യം എവിടുന്നാ നോക്കി. അപ്പോൾ ഒരു 3 കൊല്ലത്തെ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തപ്പോൾ നമുക്ക് ഒരു യൂണിഫോം പോസ്റ്റിന്റെ ഒരു ഇപ്പൊ ഈ ഹിസ്റ്ററി 4 ചോദ്യം ഉണ്ടെങ്കിൽ അതിൽ 2 വേൾഡ് റവല്യൂഷൻ എന്ന് ചോദിക്കുന്നുണ്ട്, സ്ഥിരം ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 2 ഇന്ത്യൻ ഹിസ്റ്ററിയും ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 കേരള ഹിസ്റ്ററി. അപ്പൊ നമ്മൾ ആ കേരള ഹിസ്റ്ററിക്ക് വേണ്ടി മെനക്കെടുന്ന സമയം ഫുള്ള്
ആ വേൾഡ് റവല്യൂഷനും ഇന്ത്യൻ ഹിസ്റ്ററിക്കും കൂടുതൽ ചെലവാക്കി കഴിഞ്ഞാൽ ആ ഹിസ്റ്ററി സ്കിപ്പ് ചെയ്യാം. അതുപോലെ തന്നെ കെമിസ്ട്രി ആണെങ്കിൽ ലൂയിസ് ആസിഡിന് ഇല്ലാത്തൊരു ചോദ്യ പേപ്പർ ഉണ്ടാവില്ല. ഫിസിക്സ് ആണെങ്കിൽ ജി കോൺസ്റ്റന്റ്, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവും. അങ്ങനെ ഓരോ ഭാഗത്തു നിന്ന് വരുന്ന ഭാഗങ്ങൾ മാത്രം സെലക്റ്റീവ് ആയിട്ട് എടുത്ത് പഠിക്കുക ചെയ്യും. അതായത് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നിന്ന് വെയിറ്റേജ് കണ്ടെത്തിയിട്ട് ആ വെയിറ്റേജിലേക്ക് കൂടുതലായിട്ട് പഠിക്കാൻ തുടങ്ങി. പിന്നെ മാത്സും ഇംഗ്ലീഷും അത്യാവശ്യം കുഴപ്പമില്ലാതെ പോയിരുന്നു. പിന്നെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഏതായിരുന്നു? ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് മലയാളം. പിന്നെ ഈ സയൻസിലെ മലയാളം ടേംസ് പഠിക്കാൻ കുറച്ച് നല്ല ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ എന്തെങ്കിലുമൊക്കെ ജോലിയൊക്കെ ചെയ്ത് യൂണിഫോം പോസ്റ്റ് ട്രൈ ചെയ്യുന്നവരായിരിക്കും ഒരുപാട് നമ്മുടെ യൂത്ത് ഒക്കെ. അപ്പൊ അങ്ങനത്തെ ആളുകൾക്ക് നിമലിന്റെ ഒരു ഡേ എന്തൊക്കെയായിരുന്നു ചെയ്തിരുന്നത്, എങ്ങനെയാ ഒരു ഓർഡർ എങ്ങനെയായിരുന്നു എന്നുള്ളൊരു കാര്യം നിശ്ചയിക്കും. ഓർഡർ ഞാനും ജോലിക്ക് പോയിരുന്നു. പക്ഷേ ഫുൾ ഡേ ജോബ് ഒന്നല്ല, പാർട്ട് ടൈം ആയിട്ട് ട്യൂഷൻ എടുക്കും. പിന്നെ കുട്ടികൾക്ക് സ്പോർട്സിന്റെ ക്യാമ്പ് കൊടുക്കും. അപ്പൊ രാവിലെ ഒരു 8 മണി തൊട്ടിട്ട് ഡേ സ്റ്റാർട്ട് ചെയ്യും. അതിന് മുന്നേ ഒന്നും ചെയ്യൊന്നുമില്ല. പ്രോപ്പറായിട്ട് സ്ലീപ്പ് കാര്യങ്ങൾ വേണ്ടതുകൊണ്ട് 8 മണിക്ക് ട്യൂഷൻ എടുക്കാൻ പോകും. ഒരു 9:30 ആകുമ്പോൾ ഫ്രീ ആവും. പിന്നെ കുറച്ചൊരു 3 മണി വരെയൊക്കെ എന്തായാലും ബുക്ക് നോക്കി ഇരിക്കും. പിന്നെ അതിനിടയ്ക്ക് ലഞ്ച് കാര്യങ്ങൾ. പിന്നെ ഒരു 4 മണിയൊക്കെ ആകുമ്പോൾ ഗ്രൗണ്ടിലേക്ക് പോകും. അതായത് കുട്ടികൾക്ക് സ്പോർട്സിന്റെ കോച്ചിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ. ഫിസിക്കൽ സംഭവം എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടേ. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ജിമ്മ്, അത് കഴിഞ്ഞ് ഒരു 8 മണി വരെ, 8 മണിക്ക് ശേഷം ഫ്രീ ആയി രാത്രി കുറച്ചും കൂടെ നോക്കും. പിന്നെ നാളത്തെ ട്യൂഷന് പ്രിപ്പയർ ചെയ്യും, കിടന്നുറങ്ങും. ആ ഒരു ഓർഡറിൽ എല്ലാ ദിവസവും കൺസിസ്റ്റന്റ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടേ. നോട്ടുകൾ ക്ലാസ് കണ്ട് എഴുതിയെടുക്കുന്ന ആളായിരുന്നോ അതോ ജസ്റ്റ് ഇങ്ങനെ? നോട്ട് ഞാൻ പ്രിപ്പയർ ചെയ്യും സ്വന്തമായിട്ടൊരു. അതായത് സ്വന്തം ഭാഷയിൽ അറിയാത്തത് എന്താണോ അത് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കും. അല്ലാതെ ഡെഫിനീഷൻ വലിച്ച് എഴുതുക അങ്ങനത്തെ ഒന്നുമില്ല. അറിയാത്തത് അപ്പോ നോട്ട് ചെയ്ത് വെക്കും, അത്രേ ഉള്ളൂ. റിവിഷന്റെ ഒരു സ്ട്രാറ്റജി എങ്ങനെയായിരുന്നു? റിവിഷന് ഒരു 5 ദിവസം ക്ലാസ് കാണും, ബാക്കി 2 ദിവസം പഠിച്ച സാധനം ഒന്ന് റിവൈസ് ചെയ്യും, അത്രേ ഉള്ളൂ. പിന്നെ അതിന്റെ അപ്പുറത്തേക്ക് റിവിഷൻ ഒന്നുമില്ല. പരീക്ഷയുടെ സമയത്ത് അറിയാത്ത ഏതെങ്കിലും ഒരു ഭാഗം, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ഭാഗങ്ങള് ചെയ്തിരിക്കുന്ന ഭാഗങ്ങള് അതൊന്നും കൂടെ ഒന്ന് നോക്കും, അത്ര തന്നെ. പിന്നെ മാത്സും കാര്യങ്ങളൊക്കെ ആദ്യമേ ഫസ്റ്റ് ഡേ അല്ലെങ്കിൽ ഫസ്റ്റ് വീക്ക് തൊട്ടിട്ട് ഫുള്ള് ഇക്വേഷനും അല്ലെ സിലബസും മൊത്തം തീർത്തിരുന്നു. പിന്നെ പരീക്ഷന്റെ തലേന്ന് വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു ഇക്വേഷനും കാര്യങ്ങളൊക്കെ കാണാതെ പഠിക്കാനൊന്നും നോക്കി പോകുന്നല്ലാതെ അതിലേക്ക് കൂടുതൽ സമയം പോയിട്ടില്ല. PSC പഠിക്കുന്ന കുട്ടികൾക്ക് പൊതുവെ ആ ഒരു പഠനത്തിനിടയിൽ ചിലപ്പോൾ നല്ല സമയം ഉണ്ടാവും, പക്ഷെ കുറെ മോശം സമയങ്ങളുണ്ടാവും. മെന്റലി ഒക്കെ ഡൗൺ ആയിട്ടുള്ള ഒരു സമയങ്ങളുണ്ടാവും. ചിലപ്പോൾ ഇപ്പോൾ ഈ ഫിസിക്കൽ പൊട്ടിയിട്ടൊക്കെ പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെ 2 രീതിയിലും ഡൗൺ വരുന്ന സമയങ്ങളുണ്ട്. ആ ഒരു സമയത്തിലൊക്കെ നിൽക്കുന്ന ആളുകളോട് നിമലിന് പറയാനുള്ളൊരു സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എന്താണ് പറയാനുള്ളത്? ഫോഴ്സിന്റെ എക്സാം നോക്കുന്ന ഒരാളോട് ഒരിക്കലും ഏത് നേരം പഠിപ്പാണെന്ന് വിചാരിച്ചിട്ട് നിൽക്കാൻ പാടില്ല. നമ്മൾ പഠിക്കുന്നതിനനുസരിച്ച് നമ്മളുടെ ആരോഗ്യം എന്തായാലും നമ്മൾ തടി കൂടും. നമ്മൾ അങ്ങനെ ബോയ്സിന് പ്രത്യേകിച്ച് ഇരുന്ന് പഠിക്കുന്ന സമയത്ത് തടി എന്തായാലും കൂടും. അപ്പൊ നമ്മൾ ഒരിക്കലും ഫിസിക്ക് വിട്ടിട്ട് ഒന്നും ചെയ്യാൻ പാടില്ല. പിന്നെ ഈ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് മാക്സിമം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക. അതായത് മ്യൂസിക് കേൾക്കാൻ താല്പര്യമുള്ള മ്യൂസിക് കേൾക്കുക. ഞാനാണെങ്കിൽ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ബുക്ക് അടച്ചു വെച്ച് എങ്ങോട്ടെങ്കിലും ജിമ്മിലേക്കായിരിക്കും ആദ്യം പോകുന്നുണ്ടാവുക. അല്ലെ അവിടെ വീട്ടിലാണെങ്കിൽ ഒരു പുഷപ്പ് കാര്യങ്ങൾ അതൊക്കെ എടുത്തിട്ട്. പിന്നെ അത് ഞാൻ റീസെന്റ് ആയിട്ട് ഒരു യൂട്യൂബ് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നിൽക്കുമ്പോൾ ഒരു നിഖിൽ സാർ എന്ന് പറഞ്ഞൊരു സാറുണ്ട്, ഒരു ഫിസിക്സ് വാലന്റെ സാറാണ്. അപ്പൊ മൂപ്പര് ഒരു വീഡിയോ കണ്ടതാണ്. ആണുങ്ങളാണ് സ്ട്രെസ്സും കാര്യങ്ങളും സെൽഫ് ഡൗട്ട് ഒക്കെ വരും, എന്ത് വന്നു കഴിഞ്ഞാലും അപ്പൊ തന്നെ ഫ്ലോറിൽ ഹിറ്റ് ചെയ്യുക, പുഷപ്പ് അടിക്കുക, എന്നിട്ട് കണ്ണാടി നോക്കുക. യൂണിഫോം പോസ്റ്റുകാർക്ക് അത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ പഠനത്തിനിടയിൽ ഡെസ്ക് വന്നാൽ അന്ന് കൂടുതലായിട്ട് ചെയ്യുക, മെന്റലി ഫ്രീ ആവും എല്ലാവരും. നല്ലൊരു സ്ട്രാറ്റജിയാണ്. ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്താൽ മതി, അതന്നെ ചെയ്യണമെന്നൊന്നുമില്ല. അവനവൻ ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങൾ ബ്രേക്കിൽ ചെയ്യുക. ഇപ്പൊ CPOടൊക്കെ നമുക്കറിയാം, റാങ്ക് ലിസ്റ്റുകൾ നീളുന്നു, കുറെ പേർക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടാത്ത പ്രശ്നങ്ങൾ വരുന്നു, സമരങ്ങളോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പൊ ഒരുപാട് ബുദ്ധിമുട്ടുകൾ യൂണിഫോം പോസ്റ്റുള്ളവർ അനുഭവിച്ചിട്ടുണ്ടാവും. അപ്പൊ അവരോടൊക്കെ ഇതൊരു ഗീവപ്പ് ചെയ്ത് നിർത്തി പോവാന്ന് തോന്നി മടുത്തൊരാളുകളുണ്ടാവും. അവരോട് നിമലിന് എന്തായിരിക്കും ഒരു ഉപദേശമായിട്ട് പറയാനുള്ള സമയം? ഒന്നുമില്ല, നിങ്ങൾക്ക് കിട്ടുന്ന അവസരങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. പറയാൻ പറ്റില്ല എപ്പോഴാണ് നമ്മളുടെ ചാൻസ് വരികയെന്ന്. ചിലപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ച ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് മുന്നിൽ അടുത്ത കൊല്ലം വരുന്നുണ്ടാവും. അത് മിസ് ചെയ്യാതെ കിട്ടുന്ന അവസരങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം എഴുതി ജയിക്കാൻ നോക്കുക. നല്ല റാങ്കിന് വേണ്ടി പരിശ്രമിക്കുക.
എന്തായാലും കിട്ടും. പരിശ്രമിച്ചാൽ കിട്ടാതായിട്ട് ഒന്നുമില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാല്. പിന്നെ ചെറിയൊരു ലക്ക് അത് പിന്നെ പറഞ്ഞുണ്ടാക്കുന്നതാണ് ആൾക്കാർ. ശരിക്കും ലക്കൊക്കെ നമ്മളുടെ തന്നെയാണ്, നമ്മളുടെ എഫേർട്ട് തന്നെയാണ് നമ്മളുടെ ലക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തായാലും എന്ത് ചെയ്യും, എല്ലാവരും പരിശ്രമിച്ച് മുന്നോട്ട് വരിക. ഇവിടെ ആ ഒരു ഡ്രീം പോസ്റ്റിലേക്ക് എത്തണം എന്ന് പറഞ്ഞില്ലേ നിമൽ? അപ്പൊ അത് ഏതാണെന്ന് നിമൽ വെളിപ്പെടുത്തണം ഉദ്ദേശിക്കുന്നില്ല. അത് അങ്ങനെ തന്നെ സർപ്രൈസ് ആയിട്ട് തന്നെ നിൽക്കട്ടെ. പക്ഷെ ആ ഒരു സാധനം കിട്ടി, അതിലൊരു നല്ല റാങ്ക് കിട്ടിയിട്ട് നമുക്ക് അടുത്തൊരു ഇന്റർവ്യൂ ചെയ്യണം. ഓ ഷുവർ. അപ്പൊ നിമലിന് എല്ലാവിധ ആശംസകളും. ഓൾ ദി ബെസ്റ്റ്.